ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആളുകൾ ഫേക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് പെടുന്നുണ്ട്. അപ്പോൾ ഒരു നോർമൽ ആളുകൾ എപ്പോഴും, നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വരുന്നൊരു പ്രശ്നം ഫീസ് പ്രശ്നമാണെന്ന് പറഞ്ഞ ആളുകൾ വരുന്നുണ്ട്. കാരണം ഫേക്ക് ചെയ്യുന്നവൻ പറയും ചിലപ്പോൾ 1 ലക്ഷം മതിയെന്ന്, അല്ലെങ്കിൽ 50,000 മതിയെന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇവരെങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്? കാരണം ഇവരുടെ കാഴ്ചപ്പാടിൽ എഡിയോവിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജെനുവിൻലി ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിലും വിളിക്കുമ്പോൾ അവർ പറയും 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഫീസാണ്. അപ്പോഴത്തേക്ക് മറ്റേടത്ത് 50,000 ഉള്ളല്ലോ, അത് ഫേക്കാണ്. ഒരു നല്ല 2 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് 50,000 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ അവർ ദേ ഹാവ് ടു റിയലൈസ് ഇത് ഫേക്ക് ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് എന്താണ് സോനുബായിക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ പറയാനുള്ളത്? ഈ കോസ്റ്റിനെ നോക്കരുത്, അല്ല കോസ്റ്റ് നോക്കുന്നവരോട് എന്താ പറയാനുള്ളത്? കോസ്റ്റ് നോക്കി പോയി കഴിഞ്ഞാൽ അവർ പെടും. ഒന്ന്, അവർക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും അവരുടേതായിട്ടുള്ള ഫീസ് കാര്യങ്ങളൊക്കെ, ഫീസ് സ്ട്രക്ചർ അതിനകത്ത് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കുക. അതിനേക്കാൾ ഇപ്പോൾ ബിടെക്കിനൊക്കെയാണ് 2 ലക്ഷം രൂപ അടുപ്പിച്ചാണ് ഫീസ് വരുന്നത്. ആ സെയിം കാര്യം തന്നെ ഒരു 1.5 1 ലക്ഷം രൂപയ്ക്കോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം യൂണിവേഴ്സിറ്റിക്ക് എന്തായിരുന്നാലും നമുക്ക് യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചല്ലേ പറ്റത്തുള്ളൂ. അതെ. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു പിന്നെ വില കൂടിയ ഒരു സാധനം കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ലാഭം മറ്റേ ആൾക്കുണ്ട്. പെടും എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ലൈക്ക് എന്താണ് ശരിക്കും ആക്ച്വൽ ഇഷ്യൂ? ഒരു ഫേക്ക് ആയിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇവർ പൈസ വളരെ കുറവ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്താണ് സാധാരണ? ചില കമ്പനീസ് ഒക്കെ നോക്കിയാൽ HRs വന്നിട്ട് വെരിഫൈ ചെയ്യും, സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു റിപ്ലൈയും യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് റിപ്ലൈ കിട്ടത്തില്ല, ഓൺലൈൻ വെരിഫിക്കേഷൻസ് കിട്ടത്തില്ല. സോ അവിടെ തന്നെ അവൻ്റെ ഒരു ട്രസ്റ്റ് വർത്തി ബ്രേക്ക് ആവുന്നുണ്ട്. ഹീ ഈസ് ഗെറ്റിംഗ് റിജക്റ്റഡ്. സോ അതൊരു വലിയൊരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ആ സ്റ്റുഡൻറ്റിന്. ഹീ ഈസ് ലോസിങ് ഹിസ് കരിയർ. യെസ്. ഇപ്പോൾ മാർഷൽ ഭായ് പറഞ്ഞ ഈ ഒരു സാധനം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2022 സമയത്ത് ഖത്തർ, കുവൈറ്റ്, ദുബൈയിൽ 280 മലയാളികളാണ് ജയിലിൽ പോയത് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂവിൽ. കാരണം ഇപ്പോൾ മാർഷൽ ഭായ് പറഞ്ഞ അതേ സാധനത്തിൽ അവന് ഒരു ജോലിക്ക് കയറി അവനൊരു പ്രൊമോഷൻ വന്ന സമയത്താണ് അവൻ ഈ സർട്ടിഫിക്കറ്റ് വെച്ചത്. താങ്കൾ പറഞ്ഞ പോലെ HR വെരിഫിക്കേഷന് വിട്ടു, ആ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരാൾ പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളത് അവർ റിപ്പോർട്ട് കൊടുത്തു. സ്വാഭാവികമായിട്ട് അവിടെ അവൻ ഫോർജറി ചെയ്തു എന്നായി. അവൻ്റെ ലൈഫിൽ അവൻ ഉണ്ടാക്കിയെടുത്ത ഫുൾ ക്രെഡിബിലിറ്റി പോയി. 7 വർഷം മുന്നേ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടതാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് പെട്ടെന്ന് അപ്രൂവ് ആയി, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇല്ലാത്തവരെ ഓരോ ഇൻസ്പെക്ഷൻ വരുമ്പോഴും കമ്പനി അവരെ ഹൈഡ് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥയാണ്. ഒരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ മാനേജർ അപ്പം തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ടോയ്ലറ്റിൽ വരെ വിളിച്ചിരുന്നിട്ടുണ്ട്. കാരണം ഇവരെ പിടിച്ചാൽ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യും, ഇവരുടെ ID, എമിറേറ്റ്സ് ID ഓർ സൗദിയുടെ ID എന്താണോ അത് ചെക്ക് ചെയ്യുമ്പോൾ മിസ്മാച്ച് വരുന്നു. സോ മിസ്മാച്ച് വന്നു കഴിയുമ്പോൾ തന്നെ അവരെ എടുത്ത് പുറത്തേക്ക് കളയേണ്ട അവസ്ഥ, അവരുടെ ജോലി നഷ്ടപ്പെടും, കമ്പനിക്ക് പ്രശ്നം വരും. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്ന് പെടുന്ന ഒരു ഇതാണ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ആയിട്ടുണ്ടാകുമ്പോൾ വരുന്ന അവസ്ഥകൾ.